ആനന്ദവർദ്ധനൻ്റെ ധ്വന്യാലോകമില്ലേ, അതിൽ പറയുന്നു നവനവോന്മേഷശാലിനി പ്രജ്ഞാപ്രതിഭ. എന്തുകൊണ്ടാ? അവർ സ്റ്റേജിൽ നിന്ന് നവനവങ്ങളായ ഉന്മേഷത്തെയാണ് ഉൽപ്പാദിപ്പിച്ചു വിട്ടത്. ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ എന്ന് പാടുമ്പോൾ അതിൻ്റെ ഹമ്മിങ് എല്ലാം നവനവങ്ങളായ ഉന്മേഷത്തെയാണ് ഉൽപ്പാദിപ്പിച്ചു വെച്ചത്. ഈ ഒരു നിർവചനം എത്ര മനോഹരമാണ്! ആനന്ദവർദ്ധനൻ്റെ നിർവചനം. നമ്മുടെ ഭാരതത്തിലെ ചികിത്സാ സമ്പ്രദായം ടെസ്റ്റ് ട്യൂബിൽ ഓരോ രാസപദാർത്ഥത്തെയും മൂലകത്തെയും എടുത്ത് പരസ്പരം യോജിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രസതന്ത്രത്തെ കണ്ടെത്തിയിട്ട് ഈ ശരീരത്തിലുള്ള ഓരോ കോശത്തിലും അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളെ പരിശോധിച്ചിട്ട് അതിൽ ഇത് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രാസമാറ്റങ്ങളെ പരീക്ഷണശാലയിൽ പഠിച്ചിട്ടാണ് ആധുനിക വൈദ്യശാസ്ത്രം ഉണ്ടായത്. എന്നാൽ ഈ ടെസ്റ്റ് ട്യൂബ് ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ചെടികളുടെ, വള്ളികളുടെ, മരങ്ങളുടെ പൂവ്, ഇല, വേര്, തണ്ട്, അതിൻ്റെ തൊലി ഇതൊക്കെ ചവച്ചരച്ച് കണ്ടെത്തിയിട്ട് ഓരോ രോഗത്തിന് ഈ മരുന്ന് പറ്റുമെന്ന് കണ്ടെത്തിയിട്ട് ആയിരക്കണക്കിന് കഷായക്കൂട്ടും അരിഷ്ടവും ഗുളികയും ലേപനവും ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവിനിയും എത്ര അത്ഭുതമാണ്! അവരുടെ മനസ്സെത്ര വലുതാണ്! ഇത്രയും വലിയ മനസ്സുള്ളവരുണ്ടായിട്ടും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ നോബൽ സമ്മാനം കിട്ടിയ കൃതി ഏതാ അറിയാവോ? ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ നോബൽ സമ്മാനം കിട്ടിയ കൃതി ഏതാ? രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയാണ്. ഏറ്റവും ഒടുവിൽ നോബൽ സമ്മാനം കിട്ടിയ കൃതി ഏതാ? ഏറ്റവും ഒടുവിൽ കിട്ടിയ കൃതി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി തന്നെയാണ്. വേറെ കിട്ടിയിട്ടില്ല. മനസ്സിലായോ? വേറെ ഒരു സാഹിത്യകൃതിക്ക് കിട്ടിയിട്ടില്ല. ഇത്രയും പാരമ്പര്യമുള്ള നാടിന് എന്തേ കിട്ടാത്ത? നമ്മൾ ഗൗരവതരമായി ചിന്തിക്കട്ടെ. ഉത്തരം ഞാൻ കൃത്യമായിട്ട് ഇപ്പം പറഞ്ഞു തരാം. എന്താ കിട്ടാത്തതെന്ന്? നമ്മൾ മഹാഭാരതവും രാമായണവും വായിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ മഹാഭാരതത്തിലെയും രാമായണത്തിൻ്റെയും സംഗീതത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും സകലമാന തത്വങ്ങളെയും ആവാഹിച്ചു കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന ഗീതാഞ്ജലി പൂർണ്ണമായി വായിച്ചവരെത്രയുണ്ട് ഇവിടെ? ഒന്ന് കൈവയ്ക്കുക. ഗീതാഞ്ജലി പൂർണ്ണമായി വായിച്ചത് വരെ എത്ര പേരുണ്ട് ഇവിടെ? ഒറ്റയാളില്ല. ഇതാ കിട്ടാത്തത്. മനസ്സിലായില്ലേ? എന്താ കിട്ടാത്തത്? അതുപോലും നമ്മൾ വായിച്ചിട്ടില്ല. അവിടെ അതിൽ സംഗീതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഗീതകമുണ്ട്. നമ്മൾ പ്രഭോ എന്ന വാക്ക് ഏറ്റവും സുന്ദരമായിട്ട് ഉപയോഗിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഏതോ വെള്ളപ്പൊക്കത്തിൽ ആരോ പറഞ്ഞ ഇപ്പോൾ അതല്ലേ തരംഗം, ഹേ പ്രഭോ യേ ക്യാ ഹുവാ. ഈ പ്രഭുവിനെ നമ്മൾ എടുത്ത് കൊണ്ടാടുക. പക്ഷേ ഒരു പ്രഭോ എന്നൊരു വിളിയുണ്ട്. ആ വിളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹേ പ്രഭു, ജനഗണമന അധിനായക. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ആരംഭവും അങ്ങയുടെ സംഗീതത്തിൽ നിന്നാണ്. പക്ഷെ ആ സംഗീതം പഠിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷെ പരാജയപ്പെട്ടു പോകുന്നു. അതുപോലെ പാടാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങയുടെ ശൈലി എന്തെന്ന് തിരിച്ചറിയാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ. ആ ഗീതകം ഇങ്ങനെ പറയുന്നു: ഞാനറിവീല ഭവാന്റെ മോഹനഗാനാലാപന ശൈലീ, നിവൃതം ഞാനതു കേൾപ്പൂ സതതം നിതാന്ത വിസ്മയശാലീ. ഉദയദ്ഗാന പ്രകാശകലയാൽ ഉജ്ജ്വലശോഭം ഭുവനം അലതല്ലിടുകയാണധിഗഗനം വായുവിലീശ്വരചലനം. അലീക്കുന്നു ശിലകളെ ഈശ്വര ഗംഗാസരഭസഗമനം. പാടണമെന്നുണ്ടീ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ, പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നീലല്ലോ. പ്രാണനുറക്കെ കേണീടുന്നു പ്രഭോ. അവിടെയാണ് പ്രാണനുറക്കെ കേണീടുന്നു പ്രഭോ. പരാജിത നിലയിൽ
നിബദ്ധനിഹ ഞാൻ നിൻഗാനത്തിൻ നിരന്തമാകിയ വലയിൽ. പരാജയത്തിൽ നിന്ന് അതിജീവിക്കുവാനുള്ള ഒരു ഉപദേശം അവസാനം തരുന്നു. നിന്റെ ഗാനം പോലെ എനിക്കൊരിക്കലും പാടാൻ പറ്റുന്നില്ല. മലയാളികൾക്ക് പറ്റിയ അബദ്ധം മുഴുവൻ എല്ലാ അമ്മയും അച്ഛനും മക്കളോട് പറയും യേശുദാസിനെ പോലെ പാടണമെന്ന്. അതാണ് പറ്റിയ അബദ്ധം. യേശുദാസിനെ പോലെ ഒരാളും പാടാൻ ശ്രമിക്കരുത്. അവനവനെ പോലെ പാടുക. യേശുദാസിനെ പോലെ പാടണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും അവിടെ എത്താൻ പറ്റില്ല. അവനവനെ പാടുമ്പോൾ ചിലപ്പോൾ യേശുദാസിനെ മുറിച്ച് കടക്കാൻ പറ്റും. അതുകൊണ്ട് ആരും മറ്റൊരാളെ പോലെ പാടരുത്. ആരും അയാളെപ്പോലെ കവിത എഴുതരുത്. എല്ലാവരും അവനവനെ പോലെ. നിങ്ങൾ ഈ ഭൂമിയിൽ അയച്ചത് മറ്റൊരാൾക്കും ചെയ്യാനില്ലാത്ത ദൗത്യവുമായിട്ടാണ്. ഓരോ ജന്മവും ഓരോ പ്രതിഭാസവുമാണ്. അതുകൊണ്ടാണ് പ്രതിജന ഭിന്ന വിചിത്ര മാർഗികളായിട്ട് മനുഷ്യരെ സൃഷ്ടിച്ചത്. ഓരോ ആളും വ്യത്യസ്തരാ. കുമാരനാശാന്റെ വരികളാണ് പ്രതിജന ഭിന്ന വിചിത്ര മാർഗികൾ. മുയലെല്ലാം കാണുമ്പോൾ ഒരുപോലെയാ, ആടുകളും പശുക്കളെല്ലാം ഒരുപോലെയാ. പക്ഷെ മനുഷ്യരാരും ഒരുപോലെയല്ല. നമ്മുടെ മുടി വേറെയാണ്, നെറ്റി വേറെയാണ്, കണ്ണ് വേറെയാണ്. ഈ ശരീരത്തിൻ്റെ സൃഷ്ടി തന്നെ എന്തൊരത്ഭുതമാണ്. ഈ സൃഷ്ടി തന്നെ. ദൈവത്തെ കാണാൻ നിങ്ങൾ മറ്റെവിടെയും നോക്കണ്ട. ശ്രീനാരായണ ഗുരു പറഞ്ഞു കണ്ണാടി നോക്കിയാൽ മതി. എങ്ങനെയാ കണ്ണാടി കണ്ടത്? ദൈവത്തെ കണ്ടത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് ദൈവം നമ്മളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ഉറപ്പുള്ള എല്ല് കൊണ്ട് അത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള അസ്ഥിയത തലയോട്ടിയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് മനസ്സിലാക്കുന്നില്ലേ? തലയോട്ടിയാണ്. ഒട്ടും പ്രാധാന്യം ഇല്ലാത്ത അവയവം എല്ലേ ഇല്ലാതെയാണ് വെച്ചിരിക്കുന്നത്. അത് വയറാണ്. ഇനി എല്ലില്ല. എന്നാൽ ഈ ചോറിനേക്കാൾ ഈ ചോറിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. കണ്ടിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഭാഗവത സപ്താഹങ്ങളുടെ ഘോഷയാത്രയാണ്. ഒരുപാട് ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഭഗവാനെ പറ്റിയും അതിലെ തത്വശാസ്ത്രത്തെ പറ്റിയും അതിൻ്റെ ദർശനങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കും രാവിലെ മുതൽ ഒരാൾ. അത് ഈ ചോറിന് വേണ്ടിയാണ്. പക്ഷേ 12:45 ആളെല്ലാം വരിക കേട്ടോ. ആ സമയത്ത് ആളെല്ലാം അങ്ങ് വരും. അവർക്ക് ഈ ചോറിനേക്കാൾ പ്രാധാന്യം ഈ ചോറാണ്. ഈ ചോറിൽ നിന്നാ ദൈവം പോലും ഉണ്ടായത്, ഈ ചോറിൽ നിന്നല്ല. മനസ്സിലായോ? ഒന്നാമത്തത് തലയോട്ടി, രണ്ടാമത്തത് കണ്ണും ചെവിയും, ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ. ഈ കാത്, ഈ രണ്ട് ഭാഗത്ത് എന്തിനാ? ഈ രണ്ട് ഭാഗത്ത് മുന്നിൽ വരുന്നത് തടഞ്ഞു വെക്കാനാ ചെവി ഇങ്ങനെ മടക്കി ഒതുക്കി വെച്ചിരിക്കുന്നത്. ചെവി ഇങ്ങനെ പപ്പടം കാച്ചതുപോലെ ചുളുക്കി മടക്കിയത് എന്തിനാ? ആ ലെവലാക്കി വെച്ചാൽ പോരെ. എവിടുന്ന് ശബ്ദം വന്നാലും അതിനെ തട്ടി ചൊറച്ച് കുഴി കൊണ്ട് ഇടാനുള്ള എൻജിനീയറിംഗ് ആണിത്. മനസ്സിലായല്ലോ? താഴെ നിന്ന് വന്നാൽ മേലെ തട്ടി, ഇങ്ങനെ വന്നാൽ ഇവിടെ തട്ടി, അവസാനം എല്ലാ കുഴിയിലെത്തിക്കുന്നില്ലേ? അല്ലാതെ വെറുതെ ചുളുങ്ങിപ്പോയതല്ല. ഞാനിങ്ങനെ ആലോചിക്കുക, സൃഷ്ടിയിൽ എന്തൊരു സ്നേഹമാണ് സ്ത്രീകളോട് കാണിച്ചത്. ആ കാത്, ഈ ഞാൻ നിൽക്കുന്ന ഈ ഭാഗം എല്ലായിരുന്നുവെങ്കിൽ ഡ്രില്ലർ വെച്ചിട്ട് തുറക്കേണ്ടി വരുമായിരുന്നില്ലേ? അല്ലേ? കമ്മലിടാൻ വേണ്ടിയിട്ട് അല്ലേ? എത്ര മൃദുലമായിട്ടാണ് ഈ കാത് പിടിപ്പിച്ചത്. അതുകൊണ്ട് എത്ര സൗന്ദര്യമാണ് അത് കമ്മലിട്ടാൽ. ഇല്ലെങ്കിൽ ആരും കാതിലിടുമോ? ഇത് എല്ലായിരുന്നുവെങ്കിൽ. അത് കഴിഞ്ഞ് കണ്ണ്. ആ കണ്ണ് എത്ര മൃദുലമായ അവയവമായതുകൊണ്ടാണ് അതിനൊരു പരിക്കും പറ്റാതിരിക്കാൻ 2 പാറയിടുക്കുകൾക്കിടയിൽ കൊണ്ടുപോയി വെച്ചത്. നെറ്റിയും കവിളിൻ്റെ എല്ല്, ഉയർന്നു നിൽക്കുന്ന എല്ലിൻ്റെ കുഴിയിലാണ് കണ്ണ് വെച്ചത്. എന്തോ വന്നടിച്ചാൽ കൊള്ളാതിരിക്കാൻ. ഇനി അഥവാ ഉണ്ടെങ്കിൽ അതിൽ പൊടി വീഴാതിരിക്കാൻ വേണ്ടി മേലെ പുല്ലുകൾ വെച്ച് പിടിപ്പിച്ചൊരു സൺഷെയ്ഡ് ഉണ്ടാക്കിയിട്ടില്ലേ? കണ്ടില്ലേ? അത് ഈ പുരികം പൊടി വീഴാതിരിക്കാനാ. അത് പൊരിച്ച് മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനുള്ളതല്ല. മനസ്സിലായോ? അത് പൊടി വീഴാതിരിക്കാനുള്ളതാണ്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ഈ കൺപോള, ലോകത്തെ ആദ്യത്തെ ഓട്ടോമാറ്റിക് മിഷൻ കൺപോളയാണല്ലോ അല്ലേ? പൊടി വീഴുമ്പോൾ പൊടി വരുന്നുണ്ട്, അതുകൊണ്ട് കണ്ണ് പൂട്ടിക്കോ എന്ന് തലച്ചോറിൽ നിന്ന് മെസ്സേജ് കിട്ടാൻ സമയമുണ്ടോ? ഇല്ല. തലച്ചോറിനെ ഒന്നും കാത്തു നിൽക്കാതെ ഓട്ടോമാറ്റിക്കായി കണ്ണുകൾ അടയുന്നു. അഥവാ പൊടി വീണ് പോയിട്ടുണ്ടെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വെള്ളം അടിച്ചിട്ട് തെറിപ്പിക്കാനൊന്നും കാത്തു നിൽക്കേണ്ട. ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം പുറത്തേക്ക് തള്ളിക്കുന്ന സംവിധാനം നമുക്ക് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കാറ് സ്വയം കഴുകുന്ന പരിപാടി ഉണ്ടോ? നമ്മുടെ കണ്ണിനല്ലാതെ ഉടൻ തന്നെ കണ്ണീരൊഴുക്കി അതിനെ കഴുകുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് മൂക്ക് വായക്ക് തൊട്ട് മേലെ പിടിപ്പിച്ചിട്ടില്ലെങ്കിൽ തിന്നുന്ന സാധനം കെട്ടതാണെന്ന് എങ്ങനെ മനസ്സിലാവും? മൂക്ക് മറ്റെവിടെ എങ്ങാണെങ്കിൽ അല്ലേ നാറുന്നതാണോ കെട്ടതാണോ എന്ന് കൃത്യമായിട്ട് മൂക്ക്. പണ്ട് സ്ത്രീകളെല്ലാം കുട്ടികളെയും നോക്കി ഗുഹയ്ക്കുള്ളിലും വീടിനകത്തും ഇരിക്കുന്നു.
എന്തൊരു സുരക്ഷിതമായ സംവിധാനമാണ്. ആ മൂക്കിലേക്ക് പൊടി കയറാതിരിക്കാൻ അവിടെയും പുല്ല് വെച്ച് പിടിപ്പിച്ച് മീശ വെച്ച് തന്നില്ലേ പുരുഷന്മാർക്ക്? അല്ലേ അല്ലേ മീശ ഉണ്ടാക്കി തന്നില്ലേ മീശ? ഇപ്പം സ്ത്രീകൾ പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ കുറേശ്ശെ സ്ത്രീകൾക്ക് മീശ മുളക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? അല്ലേ? അതാ. അത് കഴിഞ്ഞ് വായ, അതിലെ പല്ല് ഏതെങ്കിലും ഒരു മിഷ്യനുണ്ടോ 75-80 കൊല്ലം തുരുമ്പിക്കാതെ നിൽക്കുന്ന വേറെ ഏതെങ്കിലും ഒരു ലോഹമുണ്ടോ? ഇത് ഇത്രയും ചവച്ചരിച്ചിട്ട് ഈ കണ്ടത് മുഴുവൻ കടിച്ചു വലിച്ചിട്ടും ഇതവിടെ നിൽക്കുന്നില്ലേ? ആലോചിച്ചൊക്കെ ആ പല്ലിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള നാവ്, രുചിമുകുളങ്ങൾ പിടിപ്പിച്ചിട്ട് ഭക്ഷണത്തിൻ്റെ രുചി അറിയാൻ മാത്രമല്ലല്ലോ, ആ നാവിനെ കൊണ്ട് അഭ്യാസം കളിച്ചിട്ട് കണ്ടത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ കാക്കാ കാക്കാ എന്ന കണ്ഠ്യവും നാവ് അണ്ണാക്ക് പറ്റിച്ചിട്ട് ചാച്ചാ ചാച്ചാ ചാം ചച്ചാ ചോം ചച്ചാ ചോമര ചച്ചാ എന്ന് പാടിയത് നാവ് അണ്ണാക്ക് പറ്റിച്ചിട്ടല്ലേ? അല്ലേ? ചാ ചാ, അതാണ് അണ്ണാക്കിന് താലം എന്ന് പറയും. താലവ്യ അക്ഷരങ്ങൾ ചാ 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 ഞാ. കണ്ഠ്യം കാ. കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും, കല്യാണരൂപനാകും കണ്ണൻ്റെ കരളിനെല്ലാം കായ. ആ പാട്ടിൻ്റെ തുടക്കം കർപ്പൂരമെരിയുന്ന കതിർമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണ്. കണ്ണടച്ചാലും എൻ്റെ കൺമുന്നിൽ വിളങ്ങുന്ന കല്ലോലിനിയാണ്. അല്ലേ? കന്മത പൂവിടർന്നാൽ കളിയരങ്ങൊരുക്കുന്ന കസ്തൂരിമാനാണ്. കായൻ്റെ എല്ലാം തുടക്കമാണ് കാ. അത് കഴിഞ്ഞിട്ടാണ് ചാ. പിന്നെ നാവിൻ്റെ മൂർധാവ്, അണ്ണാക്ക് കുത്തി പറയുന്ന ടാട്ടാ ടാട്ട അണ്ണ മൂർധന്യം. നാവിൻ്റെ അറ്റം ദന്തത്തിൽ തൊട്ട് പറയുന്നത് ദന്ത്യം താത്താ താത്താ. ചുണ്ടുപൂട്ടി പറയുന്ന പാപ്പാ ബാപ്പമ്മ ഓഷ്ട്യം. അതുമോ കാ മുതൽ മാ വരെ അതൊന്നും പറയരുത്. അതുകൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാർ നമ്മളോട് പറഞ്ഞ കമാ എന്നൊരക്ഷരം മിണ്ടരുത്. ഈ കമേൻ്റെ കാര്യം മനസ്സിലായോ? കാ മുതൽ മാ വരെ പറയരുത് എന്ന്. അതാണ് കമാ എന്നൊരക്ഷരം പറയരുതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ കമ, ആ വ്യഞ്ജനാക്ഷരങ്ങൾ. അത് കഴിഞ്ഞിട്ട് താരാട്ടുപാട്ടിൽ അമ്മമാർ ഉപയോഗിക്കുന്ന അധികരാക്ഷരങ്ങൾ, ഘോഷാക്ഷരങ്ങൾ ഉച്ചരിച്ച് പാട്ടുപാടിയ കുട്ടി ഉറങ്ങുമോ? കാക്കാ കാങ്ങാന്ന് താരാട്ട് പാട്ട് പാട്ടിയ കുട്ടി ഉറങ്ങില്ല. എന്നാൽ കുട്ടിക്ക് അക്ഷരം കിട്ടണ്ടേ? ആ ഈ ഊ മതിയോ? പോരാ. അപ്പോൾ അക്ഷരങ്ങൾ, സ്വരത്തിൻ്റെയും വ്യഞ്ജനത്തിൻ്റെയും മധ്യത്തിലുള്ള മധ്യമാക്ഷരങ്ങൾ യാരാലാവ. താരാട്ടുപാട്ടുമായിട്ട് എന്താ ബന്ധം? തമിഴന്മാരുടെ താരാട്ടുപാട്ടിൽ യായ അതാണ്. നമ്മൾ രാരീരം രാരോ, അതിന് കാകി കാകീകം കാകോ എന്ന് പാടിയ ഒരു ഗുണമുണ്ടാവില്ല. അല്ലേ? രാര് അല്ലേ? രാ ലാ 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 ലാ. എനിക്ക് സിനിമയിൽ ഏറ്റവും സുന്ദരമായ രംഗം, ഒരുപാട് അപൂർവ രംഗങ്ങളുണ്ട് നമ്മൾ. അതിൽ ഏറ്റവും സുന്ദരമായ രംഗം എനിക്ക് ഇഷ്ടപ്പെട്ടത് വൈശാലി സിനിമയിൽ ഋഷ്യസിംഗനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടൊരു ശബ്ദം ലാ 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 എന്ന് പറഞ്ഞൊരു രംഗമുണ്ട്. ഓർമ്മയുണ്ടോ? എത്ര മനോഹരമായിട്ടാണത് ഭരതൻ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ലാ. വാവേ വാവം വാവോ വാ. അല്ലേ? യാരാലാവ. മനസ്സിലായില്ലേ? ആ അക്ഷരങ്ങളെല്ലാം ഉച്ചരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ നാവിനെ ഇങ്ങനെ സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ, ഈ നാവ് നല്ല വടി സ്കെയില് പോലത്തെ ഒരു സാധനമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പാട്ടുണ്ടാവുമോ? അപ്പോൾ ആ പ്രപഞ്ച വിധാതാവിൻ്റെ സംഗീതത്തോടുള്ള ആഭിമുഖ്യമല്ലേ ഇത്? പാടാൻ വേണ്ടിയല്ലേ ഈ തൊണ്ടയും നാവും തന്നത്? പാട്ട് പാടരുത് എന്ന് പറയുന്ന പൊട്ടന്മാരുണ്ട്. പിന്നെ പോയി തൂങ്ങിച്ചത്തൂടെ പോയിട്ട്. അല്ലേ? മനുഷ്യനായിട്ട് ജനിച്ച പാട്ടുപാടാനാ സംസാരിക്കാനാ അല്ലാതെ കുറ്റം പറയാനും തോന്നിയാസം പറയാനും അല്ല. അക്ഷരങ്ങൾ ഈ കാട്ടാളന്മാരിങ്ങനെ അടുത്തിരിക്കുക. പക്ഷേ ഇവന് ഒച്ചയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് ഒച്ചയുടെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? ഉണ്ടാകുമ്പോൾ തന്നെ ഇല്ലാതാവും. റെക്കോർഡിങ് സംവിധാനം ഇപ്പം അടുത്തല്ലേ വന്നത്. ഉണ്ടാകുമ്പോൾ തന്നെ ഇല്ലാതാവും. അതാ ശബ്ദം. ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ പാടുന്നതോടുകൂടി ആ പാട്ട് മരിക്കുകയാണ്. അല്ലേ? ഇല്ലാതാവുകയാണ്. എഴുതി കഴിഞ്ഞാൽ അവിടെ നിൽക്കുമല്ലോ. ഈ എഴുത്ത് കണ്ടുപിടിച്ചിട്ടില്ല. ഇതിനെ കാലാതിവർത്തിയായി, ദേശാതിവർത്തിയായിട്ട് എൻ്റെ സന്തോഷത്തെ, എൻ്റെ സംഗീതത്തെ, എൻ്റെ വേദനയെ, എൻ്റെ അനുഭൂതികളെ, എൻ്റെ സ്വപ്നങ്ങളെ എങ്ങനെ നിലനിർത്തും? ഏതായിരുന്നു മനുഷ്യൻ നേരിട്ട ആദ്യത്തെ വെല്ലുവിളി. എൻ്റെ മനസ്സിലുള്ള സന്തോഷമുണ്ടല്ലോ. മധുരിപു ഭഗവാൻ മാനസമുരളിയെ ചുംബിച്ചുണർത്തുന്നോരാനന്ദ ലഹരിയിൽ ആന്തോളനം. ആന്തോളനം എന്നുള്ള വാക്ക് കേട്ടിട്ടില്ലേ? എന്താ ഈ ആന്തോളനം?
ആന്തോളനം എന്താണെന്ന് അന്വേഷിച്ചിരുന്നു. പാട്ട് പാടുക എന്നല്ലാതെ അതിൻ്റെ അർത്ഥം അന്വേഷിക്കുമോ? നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാട്ട് പാടുന്നു, പക്ഷേ അതിൻ്റെ സാഹിത്യത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആന്തോളനം എന്ന വാക്കെന്താണ്? ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ആന്തോളനം ഒരുപാട് കാണാം. കിണറ്റിൽ വെള്ളം പറ്റുമല്ലോ, അപ്പോൾ പഞ്ചായത്തിൻ്റെ വണ്ടിയിൽ വെള്ളം ഇറക്കി കൊടുത്താൽ അവർ വലിയ അലൂമിനിയം പാത്രത്തിൽ കൊണ്ട് നിറച്ചിട്ട് നമ്മളൊരു പഴയ മുണ്ടോ ലുങ്കിയോ എടുത്തിട്ട് തെരിയ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അറിയാമോ? ചുരുട്ടി തലയിൽ വെച്ചിട്ട് ഒന്നാരും പിടിച്ചു തരുമെന്ന് പറഞ്ഞ് പിടിച്ച് തലയിൽ വെച്ചിട്ട് ഈ തലയിൽ പാത്രവും വെള്ളവും വെച്ച് വരുമ്പോൾ കാലൊരു കല്ലുമ്മ കുത്തിപ്പോയാൽ തലയിലെ പാത്രവും വെള്ളവും ആന്തോളനം. അതാണ് ആന്തോളനം. മനസ്സിലായില്ലേ? ഒരു പുഴക്കരയിൽ ഒരു കടൽക്കരയിൽ കെട്ടിയിട്ട തോണിയുണ്ടല്ലോ, ആ തോണി അലകൾക്കനുസരിച്ച് പൊന്നലയില്ല മാനമാടി എൻ തോണി അങ്ങേക്കരെ പോയി വാ. അതാണ് ആന്തോളനം. ആ ആന്തോളനം മനസ്സിലായില്ലേ? ആ ആന്തോളനത്തെ നിലനിർത്താൻ എന്തുണ്ട് മാർഗം? തരംഗത്തിൻ്റെ ഒരു അത്ഭുതം. തരംഗങ്ങളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. തരംഗങ്ങളാണ്. നമ്മുടെ എല്ലാ എനർജിയും തരംഗ രൂപത്തിൽ. നമ്മുടെ മൊബൈൽ ഫോൺ കിട്ടുന്നത് തരംഗത്തിലൂടെയാണ്. എങ്ങോണ്ടോ ഏതോ നാട്ടിലുണ്ടായ സുനാമിയുടെ തിരമാലകൾ കേരളക്കരയിൽ വന്നടിച്ചത് തരംഗമായി വന്നിട്ടാണ്. കാലത്തെയും ദേശത്തെയും അതിജീവിച്ച് കൊണ്ടുപോകാൻ പറ്റിയത് തരംഗമാണ്. ആ തരംഗങ്ങളിൽ കണക്ട് ചെയ്തങ്ങ് കൊടുത്താൽ മതി. ആ തരംഗങ്ങൾ കൊണ്ടുപോയിക്കൊള്ളും. ഈ തരംഗങ്ങൾ ശബ്ദതരംഗങ്ങൾ. ആ തരംഗങ്ങളുടെ കൂട്ടത്തിൽ ചിത്രതരംഗങ്ങൾ ഉണ്ടാക്കിയതാണ് അക്ഷരം. എൻ്റെ മനസ്സിലുള്ള ആനന്ദത്തെ അടുത്ത തലമുറയുടെയും അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മൂലക്കും സാർവലൗകികവും സാർവകാലികവുമായിട്ട് മാറ്റിയെടുക്കാൻ എന്തുണ്ട് മാർഗം എന്നതായിരുന്നു മനുഷ്യൻ നേരിട്ട ആദ്യത്തെ വെല്ലുവിളി. അങ്ങനെ പോകുമ്പോഴാണ് ഒരു പക്ഷി ഒരു തൂവലിട്ട് കൊടുത്തത്. ഈ തൂവലെടുത്തിട്ട് എന്തിനാവോ ഏതിനാവോ എന്ന വാക്കില്ലെങ്കിലും അവൻ്റെ മനസ്സിലതല്ലേ ആശയം. ആശയമുണ്ടായിട്ടല്ലേ വാക്കുണ്ടായത്. പ്രസവം എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് പ്രസവിച്ചിട്ടില്ലേ ആരും? വേദന എന്ന വാക്കുണ്ടാകുന്നതിന് മുമ്പ് വേദന ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ വാക്കല്ല ആദ്യം ഉണ്ടായത്. എന്താ ഉണ്ടായത്? ആശയമാണ്. അത് വാക്കായി മാറുമ്പോൾ അതിന് വൈഖരി എന്നാണ് പറയുക. ആശയമാണ് ആദ്യം ഉണ്ടായത്. ഈ ആശയമുണ്ടായി. പക്ഷേ എന്തിനാവോ ഏതിനാവോ എന്നുള്ള ചോദ്യത്തിന് പക്ഷി ചിറകടിച്ച് ചിലച്ചുകൊണ്ട് പറയാ, നിന്റെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആനന്ദമുണ്ടല്ലോ, അല്ലെ വേദനയുണ്ടല്ലോ, അത് നീ എഴുതി വെക്ക്. എഴുതി വെക്കാനുള്ള തൂലികയാണ് ഞാൻ തന്നിരിക്കുന്നത്. മഷിയിൽ മുക്കി എഴുതൂ. പക്ഷെ മഷി എവിടെ? അപ്പോൾ കദളിച്ചെടിയുടെ ഇലകൾ കാറ്റത്തിങ്ങനെ ആടുമ്പോൾ തന്നെ വിളിച്ചതാണെന്ന് കരുതി, അല്ലേ? തന്നെ വിളിച്ചതാണ്. അപ്പോൾ കദളിച്ചെടി പറഞ്ഞു, എൻ്റെ കറുത്ത കായ പിഴിഞ്ഞെടുത്തോ, അതിൽ മുക്കി എഴുതിക്കോ. മഷി കിട്ടി. പക്ഷേ എഴുതുക കടലാസുണ്ടോ? അപ്പോൾ പൂതണക്ക് എന്ന് പറഞ്ഞൊരു മരമുണ്ട്. പൂതണക്ക് മരം കേരളത്തിലൊന്നുമില്ല, ഹിമാലയത്തിൻ്റെ താഴ്വരകളിലുണ്ട്. അതിന് സംസ്കൃതത്തിൽ പറയാ ഭൂർജവൃക്ഷം എന്നാണ്. പൂതണക്കിൻ്റെ തൊലി പല അട്ടിയോ പൊളിച്ചെടുക്കാൻ പറ്റും. അതാണ് ഭൂർജപത്രം. പൂതണക്ക് പറഞ്ഞ് എൻ്റെ തൊലി പൊളിച്ചിട്ട് ഉണക്കിയിട്ട് അതിലെഴുതിക്കോ. കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളം എഴുതിയത് ഭൂർജപത്രത്തിലാണ്. അപ്പോൾ ഭൂർജപത്രം കടലാസ്, പക്ഷി കൊടുത്ത തൂവലാകുന്ന തൂലിക, കദളിച്ചെടിയുടെ കായ പിഴിഞ്ഞെടുത്ത മഷി കിട്ടി. അടുത്ത ചോദ്യം, എന്താ എഴുതണ്ടേ? അതാണ് ONV കുറുപ്പിൻ്റെ സ്നേഹാക്ഷരങ്ങൾ എന്ന കവിത. ചിറകിൽ നിന്നൊരു തൂവലൻ മുന്നിലിട്ടു പോയൊരു പക്ഷി, ഇതു നീ എടുത്തുകൊള്ളുക. കദളിപ്പൂച്ചെടിയതിൻ കായ്മണികൾ നീട്ടി, ഇതിലെഴും ചായമെടുത്തുകൊള്ളുക. ഒരു ഭൂർജ തരുവൂതി എൻ സ്നിഗ്ധ ചർമ്മത്തിൻ ചിന്തീതാ നീ എടുത്തുകൊള്ളുക. പറയൂ ഞാനെന്തേ കുറിച്ചു തരേണ്ടതെന്നറിയാതെ ചോദിച്ചു പോയ നേരം ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ. ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾക്കിത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ. അപ്പൊ താളമുണ്ടായി, താളത്തിനനുസരിച്ച് ഈണമുണ്ടായി. ഈണത്തിനോട് ചേർന്നിട്ട് ആ ഈണത്തിൽ അവതരിപ്പിച്ച അർത്ഥവും കൂടിയാവുമ്പോഴാണ് സഹിതമുണ്ടായത്. സഹിതം, ശബ്ദവും അർത്ഥവും സഹിതമാകുമ്പോൾ അത് സാഹിത്യമായി. സംഗീതത്തിൻ്റെ പ്രത്യേകത ഡയറക്റ്റ് ആസ്വാദനമാണ്. ഒരു ഉപാധിയുമില്ലാതെ ഒരു വീണ
മീട്ടുന്ന ശബ്ദം കേട്ടാൽ ഒരു വ്യാഖ്യാനവുമില്ലാതെ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. ഒരു വയലിൻ വായിക്കുന്നത് കേട്ടാൽ ആസ്വദിക്കാൻ പറ്റും. അത് ആപാദമധുരമാണ്. ഓരോ അടിയും മധുരമാണ്. പക്ഷേ ആ മധുരത്തിൻ്റെ സ്ഥായിയായ ഭാവം നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? അതിൽ അർത്ഥസഹിതമാകുമ്പോൾ അതിന് വലിയ വിശാലമായ അർത്ഥം കൈവരുന്നു. ആ അർത്ഥസഹിതമായിട്ട് സംഗീതത്തിൽ ചേർന്നപ്പോഴാണ് ഓംകാരം മൂന്നായി പിരിഞ്ഞ് സാഹിത്യമായി മാറിയത്. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു ആ ഊ അം. ഓംകാരം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വേദാന്ത കൺവെൻഷൻ തൃശ്ശൂർ സംഘടിപ്പിച്ചു. ഞാൻ അവിടെ സംഘടിപ്പിച്ചതിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഉപനിഷത്തും ഗീതയും എന്നായിരുന്നു വിഷയം. ഞാനവിടെ പോയിട്ട് നോക്കുമ്പോൾ ഡിഗ്രി സ്റ്റുഡൻസാണ് സദസ്സിൽ. ഓങ്കാരത്തിൻ്റെ അർത്ഥം അറിയാവോ എന്ന് ചോദിച്ചു കുട്ടികളോട്. എല്ലാവരും സംഗീത സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്, വേദാന്തം പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഓങ്കാരം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഡൗൺലോഡാക്കുന്ന പാസ്വേഡാണ്. ഓം നമശിവായ എന്ന് പറഞ്ഞാൽ ശിവൻ ഡൗൺലോഡായി. ഓം നാരായണായ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഡൗൺലോഡായി. അല്ലേ? ഇങ്ങനെയൊക്കെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഓം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും മാത്രമല്ല, മനുഷ്യനും ദൈവത്തിനും പക്ഷിമൃഗാദികൾക്കും എല്ലാം ബാധകമായ 3 നിയമങ്ങളുണ്ട്. ആ നിയമമാണ് ഉണ്ടാവുക, നിലനിൽക്കുക, ഇല്ലാതാവുക എന്നത്. ആ ഉ അം ഓം. അല്ലേ? ഉണ്ടാവുക, നിലനിൽക്കുക, ഇല്ലാതാവുക. സൃഷ്ടി, സ്ഥിതി, സംഹാരം. അത് 3നും 3 വകുപ്പുകളായിട്ട് ഓരോ മന്ത്രിനെ ഏൽപ്പിച്ചു. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഉണ്ടാക്കി. സൃഷ്ടിക്ക് ബ്രഹ്മാവും, സ്ഥിതിക്ക് വിഷ്ണുവും, സംഹാരത്തിന് ശിവനും. അങ്ങനെയാ ത്രിമൂർത്തി സങ്കല്പം ഉണ്ടായത്. ഓം ആണ് ആദ്യം ഉണ്ടായത്. ഓം. വേദങ്ങളുടെ മൂലമന്ത്രം എന്താ? വേദങ്ങളുടെ മൂലമന്ത്രം മനസ്സിനെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള മന്ത്രം. പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ, അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വരഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. സൂര്യൻ അർഘ്യം കൊടുക്കുക. എന്താ ഈ അർഘ്യം എന്ന് പറഞ്ഞാൽ അറിയാവോ? അതിഥി വീട്ടിൽ വന്നാൽ അവരെ സ്വീകരിക്കുന്ന ഏർപ്പാടാണ് അർഘ്യം. അവരെ കാല് കഴുകാൻ വെള്ളം കൊടുക്കുക, കുടിക്കാൻ വെള്ളം കൊടുക്കുക, അങ്ങനെയാണ് സ്വീകരിക്കുക. കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്നത് പണ്ട് ചെരുപ്പില്ലാത്ത കാലത്ത് എന്തെല്ലാം ചവിട്ടിയിട്ടാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ അകം വൃത്തിയേടാക്കണ്ട എന്നുള്ളതുകൊണ്ട് നമുക്ക് വേണ്ടിയാണ് കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്നത്. ഇന്ന് എല്ലാവർക്കും ചെരുപ്പുള്ളത് കൊണ്ട് അതില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കുടിക്കാൻ വെള്ളം കൊടുത്തൂടെ? വന്നോടനെ ഹോർലിക്സ്, ബൂസ്റ്റ്, ചായ ഒന്നും വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. അല്ലാതെ വന്നിട്ട് പോകാൻ ഇറങ്ങുമ്പോൾ അല്ല നിങ്ങൾക്ക് ചായ ഒന്നും വേണ്ടേനാന്ന് ചോദിക്കുന്ന വൃത്തികെട്ട സ്വഭാവം കേട്ടോ. വന്ന ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. വേണ്ടെങ്കിൽ തിരിച്ചു. അത് ഏത് ശത്രുവായാലും, ബോട്ടിന് വന്നാലും പിരിവിന് വന്നാലും പരാതി പറയാൻ വന്നാലും ആര് വന്നാലും നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്കോ, നിങ്ങൾക്ക് മുറ്റവും ഇല്ലല്ലോ അല്ലേ, ഫ്ലാറ്റിൻ്റെ ആ ഗേറ്റിൻ്റെ ഇപ്പുറത്ത് കടന്നാൽ അവർ നമ്മുടെ സ്വന്തമായി. നമ്മൾ വീടുണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പുറത്ത് പെയിൻ്റ് അടിക്കണ്ടല്ലോ. എൻ്റെ വീടുണ്ടാക്കിയത് എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, നാട്ടുകാർക്കും കൂടി കാണാൻ വേണ്ടിയല്ലേ പുറത്ത് പെയിൻ്റ് അടിക്കുന്നത്. നമുക്ക് കാണാനല്ലോ. സ്ത്രീകൾ പൂജ ഇടുന്നത് പൂക്കളോട് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതൽ ഇഷ്ടം? സ്ത്രീകൾക്കാണെന്നായിരിക്കില്ല എല്ലാവരും മനസ്സിൽ. അല്ല, പുരുഷന്മാർക്കാണ്. കാരണം സ്ത്രീകൾ ഒരിക്കലും പൂവ് കാണാൻ താല്പര്യപ്പെട്ടിട്ട് മുമ്പ് ചൂടാറില്ല. അവർ പിറകിലാ ചൂടുക. ആണുങ്ങളെ കാണിക്കാനാ അല്ലേ? ആണുങ്ങളെ കാണിക്കാനാ പിന്നിലാ പൂ ചൂടുക. മുന്നിൽ പൂവ് ചൂടിയത് ഒരാളേ ഉള്ളൂ, അതൊരു പുരുഷനാ, ജവഹർലാൽ നെഹ്റു അല്ലേ? അദ്ദേഹം ഇവിടെയാണ് പൂ ചൂടുക. അപ്പോൾ അതുപോലെ വീടിന് പെയിൻ്റ് അടിക്കുന്നത് നമുക്ക് കാണാനല്ലല്ലോ, നാട്ടുകാരെ കാണിക്കാനാ. അപ്പോൾ വീടിന് ആർക്ക് കൂടി അവകാശമുണ്ട്? നാട്ടുകാർക്ക് കൂടി. അവരെ വരുത്താനാ, അവരെ വിളിക്കാനാണ് നമ്മുടെ വീട്. നമ്മുടെ വീട് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മുടെ വീട് മറ്റാരും വരാത്ത വീടാണെങ്കിൽ നമ്മുടെ വീട് നിർജീവമായ വീടാണ്. നമ്മുടെ വീട് മനുഷ്യൻ്റെ വീടല്ല, മറ്റാളുകൾ വരുമ്പോഴാണ്. അതിഥിയാണ്. തിഥി നോക്കാതെ ദിവസം നേരത്തെ പറയാതെ വരുന്നവനാണ് അതിഥി. വന്ന ഉടനെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക അല്ലേ? കാല് കഴുകാൻ വെള്ളം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കൊടുക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട് നവവധു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ
വിളക്കും പിടിച്ച് അമ്മായിയമ്മ നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ കാല് കഴുകിക്കും. എന്തിനാ കാല് കഴിക്കുന്നതെന്നറിയോ? അമ്മായിയമ്മ അപ്പോൾ അവളോട് പറയാ, നിൻ്റെ വീട്ടിലെ എല്ലാ വൃത്തികേടും ഇവിടെ കഴുകി കളഞ്ഞേക്കണം, ഇങ്ങോട്ട് കയറ്റരുത്. മനസ്സിലായോ? നിൻ്റെ എല്ലാ വൃത്തികെട്ട ശീലങ്ങളും ഇവിടെ കഴുകിക്കളയണം, ഇങ്ങോട്ട് കയറ്റരുത് എന്നതാണ് കാല് കഴുകുന്നത്. ഇതിനാണ് അർഘ്യം. ആർക്കാ അർഘ്യം കൊടുക്കുന്ന? സൂര്യൻ. ആ സൂര്യനാണ് നമ്മുടെ ഭൂമിയുടെ ദൈവം. ശ്രീരാമൻ പ്രാർത്ഥിച്ച ദൈവം ഏതാ? ശ്രീരാമൻ ഏതെങ്കിലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? രാമായണത്തിൽ പിടിക്കുന്നുണ്ടോ ശ്രീരാമൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു? രാമായണം വായിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ഭാഗങ്ങൾ. ശ്രീരാമൻ പ്രാർത്ഥിച്ചത് മൂന്ന് പ്രകൃതി ശക്തികളെയാണ്. 1 ഗംഗയെ, പുഴയെ. 2 കടലിനെ, വെള്ളത്തെ, അല്ലേ? സേതുബന്ധനം നടത്തുമ്പോൾ കടലിനെ. 3 രാവണവധത്തിന് തൊട്ടു മുമ്പ് പലതവണ തലയറുത്തു മാറ്റാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല, ബ്രഹ്മാവിൻ്റെ വരദാന ശക്തി കൊണ്ട്. ഈ ബ്രഹ്മാവാണ് ഈ മുഴുവൻ കുഴപ്പമുണ്ടാക്കുന്നത്. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചാൽ കല്ലം വരം കൊടുത്തിട്ടില്ല എല്ലാ രാക്ഷസന്മാരും കുഴപ്പമുണ്ടാക്കി. എല്ലാ യുദ്ധത്തിൻ്റെ കാരണം ഈ ബ്രഹ്മാവാണ്. ഈ വരമെന്ന സങ്കല്പം തെറ്റാണ് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഈ തപസ് ചെയ്തിട്ട് വരം ചോദിക്കുന്നില്ലേ, മഹാസ്വാർത്ഥന്മാരാണ്. എനിക്ക് ഈ സന്യാസിമാരോടൊന്നും അത്ര വലിയ താല്പര്യമില്ല. വരം തരണം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മനുഷ്യജന്മം ഒരു മഹാവരമല്ലേ? ഈ പ്രകൃതിയിൽ മനുഷ്യനായിട്ട് ഇത്രയും പാട്ടുകൾ കേൾക്കാനും ഇത്രയും ഭക്ഷണം കഴിക്കാനും കിട്ടിയിരിക്കുന്ന ജീവിതം ഒരു വരമല്ലേ? അതിന് പുറമെ പിന്നെയും മുകുന്ദ കൃഷ്ണ മുകുന്ദ വരന്ത വരം മാത്രം പോരാ. 10 ഏക്കർ 50 സെൻറ്റ് സ്ഥലമാണ് അയാളുടെ പേരിൽ വൃന്ദാവനമുള്ളത്. അതും വേണം. വനന്ത അതും എനിക്ക് വേണമെന്ന് ചോദിക്കുന്നത് അധികപ്പറ്റല്ലേ? അല്ലേ? ഈ വരം ചോദിക്കുകയാണ്. എന്തൊരത്യാർത്ഥിയാണ്. എൻ്റെ നാട്ടിൽ ഒരു ചുമട്ട് തൊഴിലാളി ആത്മഹത്യ ചെയ്തു. എന്തിനാ ആത്മഹത്യ ചെയ്തതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, 2 ആഴ്ചയായി പള്ളിയിൽ പോയിട്ട് നിരന്തരം പ്രാർത്ഥനയാണ്. എത്ര രൂപയുടെ മെഴുതിരിയാ വാങ്ങിയിട്ടും പ്രാർത്ഥിച്ചെന്നറിയോ? നോക്കുമ്പോൾ ഓണം ബമ്പറിൻ്റെ ലോട്ടറി 50,000 രൂപയുടെ ലോട്ടറി എടുത്തു. അവൻ 100 ടിക്കറ്റ് വാങ്ങി, ലോണ് വാങ്ങിയിട്ടാണ് എടുത്തത്. സഹകരണ ബാങ്കിൽ നിന്ന് ലോണ് വാങ്ങിയിട്ട് 50,000 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 500 രൂപ. എന്നിട്ട് പള്ളിയിൽ പോയി സ്ഥിരം പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്ന് നോക്കുമ്പോൾ എല്ലാം കൂടി 1,800 രൂപ കിട്ടിയത്. തിരിച്ചടക്കാൻ നിവൃത്തിയില്ല. ഇച്ഛാഭംഗം കൊണ്ട് ആത്മഹത്യ ചെയ്തു. അവൻ്റെ ഭാര്യയും മക്കളും അനാഥരായി. അപ്പോൾ ഈ ദൈവം ഈ മെഴുതിരി കത്തിക്കുന്നതിനനുസരിച്ച് ദൈവം ഇവൻ്റെ ഓരോ ദിവസവും മെഴുതിരി കത്തിക്കുമ്പോൾ ഇവൻ്റെ ലോട്ടറീൻ്റെ നമ്പർ ദൈവം കുറിച്ചെടുക്കും. എന്നിട്ട് ലോട്ടറി നറുക്കെടുക്കുന്ന ആ ഹാളിൽ പോയിട്ട് ഈ മിഷ്യനാണല്ലോ നറുക്ക് തെറിപ്പിക്കുന്നത്. ഈ മിഷ്യൻ്റെ ഉള്ളിൽ കയറിയിട്ട് ദൈവം ഇവൻ്റെ നമ്പർ നോക്കി തെറിപ്പിക്കല്ല ദൈവത്തിൻ്റെ പണി. ആലോചിച്ച് നോക്കൂ. നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ലോട്ടറി അടിപ്പിച്ചു കൊടുത്ത ഒരൊറ്റ ദേവതയെ നമ്മുടെ പരിചയത്തിലുള്ളൂ. അത് കിലുക്ക സിനിമയിലെ രേവതിയാണ്. അല്ലേ? കിട്ടുണ്ണിയേട്ടൻ്റെ കാമധേനു ലോട്ടറിൻ്റെ റിസൾട്ട് അതാണ്. ഈ രേവതിൻ്റെ പണിയാണ് ദൈവം എടുക്കുന്നതെന്നാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം സ്വർഗമാണ്. പക്ഷെ ആ സ്വർഗമാക്കാൻ ആര് തയ്യാറാവണം? നമ്മൾ തയ്യാറാവണം. അതിന് നമുക്കൊരു ബുദ്ധി തന്നിട്ടുണ്ട്, നമുക്ക് നല്ല നാവ് തന്നിട്ടുണ്ട്. എന്നിട്ടും പിന്നെയും ദൈവമേ ഇങ്ങ് എടുക്ക്, അത് തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനെ ശല്യപ്പെടുത്തുക എന്ന വിഡ്ഢികളുടെ എണ്ണം കൂടി വരിക നമ്മുടെ നാട്ടിൽ. ദൈവത്തെ ശല്യപ്പെടുത്തുന്ന വിഡ്ഢികളുടെ എണ്ണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജന്മം എത്ര മനോഹരമായൊരു വരമാണ്. അപ്പോൾ ഈ ബ്രഹ്മാവ് വരം കൊടുത്തിട്ടാണ് രാവണനെ കൊല്ലാൻ പറ്റാഞ്ഞത്. അവസാനം അഗസ്ത്യമുനി പ്രത്യക്ഷപ്പെട്ടിട്ട് രാമനോട് പറയാം, നീ ആദിത്യ ഹൃദയം ചൊല്ലാൻ. ആദിത്യനാര? സൂര്യൻ. ആ മന്ത്രം ചൊല്ലിയിട്ടാണ് രാമൻ രാവണനെ വധിക്കുന്നത്. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകായ തേ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ തേ നമ, നീഹാരനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ, സ്ഥാവരജംഗമാചാര്യായ തേ നമ, ലോകായ വിശ്വൈക സാക്ഷിണതേ നമ. ഇത്തമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം എന്ന് അഗസ്ത്യമുനി ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പാട്ടല്ലേ? അപ്പൊ രാവണനെ കൊല്ലാൻ രാമനെ സഹായിച്ചതാരാ? പാട്ടാണ്. മനസ്സിലായോ? പാട്ടിന്റെ കരുത്ത്. ഗായത്രി മന്ത്രം സൂര്യനെയാണ് പ്രാർത്ഥിച്ചത്. സൂര്യനെ ധിയോയോന പ്രചോദയാത്. ധീ എന്ന് പറഞ്ഞ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും
ഈ ഉർവിയെ വരേണ്യമാക്കുന്ന ഹേ സവിതാവേ വന്നാലും സവിതുർ വരേണ്യം, സവിതാവേ ഈ ഉർവിയെ വരേണ്യമാക്കുന്നവനെ. ആ ഉർവി വരേണ്യമായതുകൊണ്ടല്ലേ ശ്രീ കുരു ഉണ്ടായത്. ശ്രീ കുരുവിനെ അറിയാവോ? കുരു എന്ന് പറഞ്ഞാൽ എന്താ? ഗോളം എന്ന സംസ്കൃത പദത്തിൻ്റെ പച്ച മലയാളമാണ് കുരു. ചക്കക്കുരു എന്ന് പറയുന്നത് ഗോളാകൃതിയിലായതുകൊണ്ടാണ്. ഉരുണ്ട് കിടക്കുന്നതെല്ലാം കുരുവാണ്. ശ്രീയുള്ള ഒരു കുരുവേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിലെല്ലാം ഗോളമാണ്. പ്രകൃതിയുടെ തനതു ഭാവം കുരുവാണ് അല്ലേ? നിങ്ങളൊരു ബക്കറ്റിൽ വെള്ളമെടുത്ത് ആകാശത്തേക്ക് ഒഴിക്കൂ. നിങ്ങളൊരു ചപ്പാത്തിയോ പൂരിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുട്ടിയെടുക്കാൻ എത്ര പണിയെടുക്കൂ? എത്ര ഉരുട്ടിയാലും ചിലത് മുട്ടേൻ്റെ ആകൃതിയിൽ നീണ്ടുപോകില്ലേ? എന്നാൽ നിങ്ങളൊരു ബക്കറ്റിലെ വെള്ളമെടുത്ത് ആകാശത്തേക്ക് ഒഴിച്ചു നോക്കൂ. ആരും ഉരുട്ടാതെ എല്ലാം ഗോളമായി മാറുന്നൊരു അത്ഭുത പ്രവൃത്തി കണ്ടിട്ടുണ്ടോ? എന്തിനേയും സ്വതന്ത്രമായി വിട്ടാൽ ഗോളാകൃതിയിൽ കിടക്കും. ഈ പ്രപഞ്ചമെല്ലാം ഗോളമാണ്. ആ ഗോളമായിരിക്കുന്നതിൽ പാട്ടുള്ള, പ്രസംഗമുള്ള, സ്നേഹമുള്ള, പ്രകൃതിയുള്ള, പുഴയുള്ള, മഴയുള്ള, കിളികളുള്ള ഒരേ ഒരു ഗോളം ഭൂമി മാത്രമാണ്. അപ്പോൾ ശ്രീ ഗുരുവാര ഈ ഭൂമിയാണ്. അതാണ് നമ്മുടെ അമ്പ, നമ്മുടെ അമ്മ. അതാ ശ്രീ കുരൂരമ്പ. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പേ ആരാ? ഈ ഭൂമിയാ. ശ്രീ കുരുമ്പ, ശ്രീ കുരൂരമ്പ, കണ്ണൂർ ജില്ലയിൽ ചീറുമ്പ. ചീറുമ്പക്കാവ് എന്ന് കേട്ടിട്ടുണ്ടോ? ശ്രീ കുരുമ്പക്കാവാണ് ചീറുമ്പക്കാവായത്. ആ ശ്രീ ഐശ്വര്യത്തെ രമിപ്പിക്കുന്നത് കൊണ്ടാ കർക്കടക മാസത്തിൽ ഇയാളെ വിളിക്കുന്നത്. ഭാര്യ വരണമെങ്കിൽ ഭർത്താവിനെ ക്ഷണിക്കണ്ടേ? ഭാര്യ കല്യാണത്തിന് വരണമെങ്കിൽ ഭർത്താവിനെ കൂടി ക്ഷണിക്കണ്ടേ? കർക്കടക മാസത്തിൽ ഭാര്യയെ ക്ഷണിക്കും. ആരാണ് ഈ ശ്രീ? ജ്യേഷ്ഠകേരി വരും. ഭാരതത്തിലെ ദൈവസങ്കല്പം ഡബിളാ. ജ്യേഷ്ഠത്തിയും അനുജത്തിയും ഉണ്ട് അല്ലേ? വലിയ പോതിയും ചെറിയ പോതിയും ഉണ്ട്. ജ്യേഷ്ഠത്തി കുരിപ്പാണ്, രോഗമാണ്, പൊട്ടിയാണ്, വസൂരിമാലയാണ്, ജ്യേഷ്ഠയാണ്. കർക്കടക മാസത്തിൽ മഴ നിൽക്കാതെ മഴ പെയ്യുമ്പോൾ അന്തരീക്ഷത്തിലെല്ലാം വൈറസും ഫംഗസും ബാക്ടീരിയകളും നിറയും അല്ലേ? നിറയും. പിന്നെ പണിയും കൂലിയൊന്നും ഇല്ലാതെ വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിലും അന്ധകാരം നിറയും. അപ്പോൾ മനസ്സിലും പുറത്തും ജ്യേഷ്ഠ കയറി കൂടും. ആ ജ്യേഷ്ഠയെ പുറത്താക്കണമെങ്കിൽ അനുജത്തി വരണം, ശീവോതി വരണം. ശീവോതി ആരാ? ശ്രീ ഭഗവതി. അതാ ശീവോതി. ശ്രീ ഭഗവതി ഐശ്വര്യമാണ്. ഐശ്വര്യം പിറകില, അനിയത്തിയ പിറകിലേ വരൂ. ജ്യേഷ്ഠത്തി ആദ്യം വരൂ. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾ കുളിച്ചാൽ ആദ്യം പുറം തോർത്തിയിട്ട് മുഖം തോർത്തുന്ന കണ്ടിനാ. എന്തിനാ? ആദ്യം തോർത്തുന്നിടത്ത് ജ്യേഷ്ഠത്തി കയറിയിരിക്കും, പിന്നെ തോർത്തുന്നിടത്ത് അനുജത്തി കയറിയിരിക്കും. പുറം തോർത്തിയ ജ്യേഷ്ഠനെ പുറത്താക്കി മുഖത്ത് ഐശ്വര്യം കിട്ടാനാ. മനസ്സിലായോ? അതാണ്. അപ്പോൾ ഈ അനുജത്തിയെ ശ്രീയെ വിളിക്കണം. ശ്രീയെ വിളിക്കണമെങ്കിൽ ശ്രീൻ്റെ ഭർത്താവിനെ വിളിക്കണ്ടേ? അതുകൊണ്ട് എല്ലാ ദിവസവും രാമായണം വായിക്കുമ്പോൾ ആദ്യത്തെ ദിവസം ആദ്യം ശ്രീരാമ രാമ രാമ എന്ന് പറയുന്നത് ശ്രീയെ രമിപ്പിക്കുന്നവൻ. അതാ ശ്രീരാമൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ മുടങ്ങാതെ കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.